ഹായ് എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗായ എന്താ പറയുക ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എൻ്റെ പേര് വസീം രാജ. ഞാൻ ഇവിടെ ഫസ്റ്റ് ഇയർ എംടെക് സ്റ്റുഡൻ്റ് ആണ് ഇവിടെ IIT ഡൽഹിയിൽ. സോ ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ എൻ്റെ ഹോസ്റ്റൽ റൂം, മെസ്സ്, പിന്നെ ഹോസ്റ്റലത്തെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ അതേപോലത്തേതാണ്. സോ എൻ്റെ റൂം വന്നിട്ട് ഇതാണ് എൻ്റെ റൂം. ഇതൊരു ഡബിൾ ഷെയർ റൂമാണ്. നടുവിലൊരു പാർട്ടീഷൻ ഉണ്ട്. സോ അപ്പുറത്ത് വേറെ റൂംമേറ്റ് ഉണ്ട്, ഇപ്പുറത്ത് ഇത് എൻ്റെ പ്ലേസ്. സോ ഇതെല്ലാം ഞാൻ കാണിക്കാം. ഈ ഹോസ്റ്റലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എന്താ പറയുക ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെയാണ് ഒരു ഹോസ്റ്റൽ, ഒരു IIT ഡൽഹിയിലെ ഒരു ഹോസ്റ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ക്ലീൻ ആണോ, ഫുഡിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് എൻ്റെ ഹോസ്റ്റലിൻ്റെ പേര് വന്നിട്ട് ഉദയ്ഗിരി ഹൗസ് എന്നാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2012 IIT ഡൽഹിയിൽ ടോട്ടൽ 11ഓളം ബോയ്സിന് വേണ്ടി മാത്രമുള്ള ഹോസ്റ്റൽസ് ഉണ്ട്. അതിൽ ഒരു 80 to 70% ഹോസ്റ്റൽസും നിർമ്മിച്ചിട്ടുള്ളത് 1970s അത് കുറച്ചും കൂടി ഓൾഡാണ് കമ്പയറിങ് ടു ഈ ഉദയ്ഗിരി ഹൗസൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഉദയ്ഗിരി ഹൗസിൽ കുറച്ചുകൂടി നല്ല ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ജിമ്മുണ്ട്, ഇൻഡോർ സ്പോർട്സ് ഏരിയാസ് ഉണ്ട്, മ്യൂസിക് റൂംസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഹോസ്റ്റലിലുണ്ട്. അതേപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ എല്ലാ സ്ട്രീമിലുള്ള സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. MTech, BTech, PhD, MBA അങ്ങനെ എല്ലാ സ്ട്രീമിലുള്ള പിള്ളേരും ഉണ്ട്. ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ചെറിയ ഊഞ്ഞാലുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ നൈറ്റ് മെസ്സ്. ഇതൊരു സെപ്പറേറ്റ് ഷോപ്പ് പോലെയാണ്. ഇത് രാത്രി 9 മണി മുതൽ രാവിലെ 3 മണി വരെ ഓപ്പൺ ആയിരിക്കും. ഇവിടെ നമുക്ക് മാഗി, ഡ്രിങ്ക്സ്, ജ്യൂസസ് അങ്ങനത്തെ ചെറിയ എന്താ പറയുക കൈക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. എല്ലാ ഹോസ്റ്റലിലും സെപ്പറേറ്റ് നൈറ്റ് മെസ്സസ് ഉണ്ട്. പിന്നെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലുള്ളത് ഇതേപോലത്തെ ഗാർഡൻസ് ആണ്. ഹോസ്റ്റലിൻ്റെ ചുറ്റി 4 ഭാഗത്തായിട്ടും ഇതേപോലത്തെ ചെറിയ ഗാർഡൻസ് ഉണ്ട്. ആ ഗാർഡൻസിൽ എപ്പോഴും പൂക്കളെല്ലാം ഉണ്ടാവും. ഈ ഗാർഡൻസ് എല്ലാ ഹോസ്റ്റലിലും ഓരോരോ ഗാർഡൻസ് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ആർക്കും ബൈക്കോ കാറോ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടുത്തെ ഹോസ്റ്റലിലെ സ്റ്റുഡൻസ് മൊത്തം ഉപയോഗിക്കുന്ന സൈക്കിൾസ് ആണ്, പൊല്യൂഷൻ ഇഷ്യൂ കാരണം. ഇനി നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഉൾവശം കാണാം. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ആ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസ്. അവിടെ എപ്പോഴും ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെ നമ്മൾ എൻട്രി ചെയ്യണം. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്ന ഭാഗം. ഈ ഭാഗത്ത് ഓഫീസാണ്, വാർഡൻ്റെ ഓഫീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, വിസിറ്റർ റൂം, ഇന്നത്തെ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ലോബി. ഇവിടെ 2 സോഫ ഉണ്ട്, ഒരു TV ഉണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു വിസിറ്റർ റൂം. ഇവിടെ 2 വിസിറ്റർ റൂം ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. അതിലൊരു വിസിറ്റർ റൂമാണിത്. ഇതിൻ്റെ ഉള്ളിൽ AC ഉണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പം അവർക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഉള്ളിൽ കയറാൻ നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ വരാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക മോസ്റ്റ്ലി അവർ സെക്യൂരിറ്റീസ് പറയും ഇവിടെ വിസിറ്റർ റൂമിൽ ഇരുന്നാൽ മതി എന്ന് പറയും. അങ്ങനെയാണ്. ഇവിടെ ചുമരിൽ നല്ല ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട്, ഒരു കബോർഡ് വരുന്നുണ്ട്. ഇതിൽ മാഗസീൻസൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ഇവിടുത്തെ ഒരു ഇൻഡോർ കോർട്ടാണ്. ആക്ച്വലി ഇത് ബാഡ്മിൻ്റൺ കോർട്ടാണ്, പക്ഷെ പിള്ളേരൊക്കെ ഏത് സമയത്തും ഇവിടെ ക്രിക്കറ്റാണ് കളിക്കല്. ഇനി ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ അവിടെ ആയിട്ട് വേറൊരു വിസിറ്റർ റൂം കൂടി ഉണ്ട്. അവിടെ കറൻ്റ്ലി ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പം അവിടെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെ അവിടെ വാൾ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉള്ളിൽ കയറിയിട്ട് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഗസ്റ്റ് റൂം ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ പെർ ഡേ 500 ഗസ്റ്റ് റൂമിൽ താമസിക്കാം.
അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വാർഡൻ ഓഫീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ റൂം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓഫീസ് കൂടെ ഉണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, അതായത് ഹോസ്റ്റൽ ഓഫീസ് റൂമാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഹോസ്റ്റലിന് കിട്ടിയ കപ്പാണ്. ഇവിടെ എല്ലാ വർഷവും ഇന്റർ ഹോസ്റ്റൽ സ്പോർട്സ് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലെ പിള്ളേർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടിയ കപ്പുകളാണ് ഇതെല്ലാം ഉള്ളത്. ഇവിടെ ഫുട്ബോൾ അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ബാഡ്മിൻ്റൺ, ടെന്നീസ് എല്ലാം ഉണ്ടാവും. ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഇൻഡോർ കോർട്ടാണ്, ബാഡ്മിൻ്റൺ കോർട്ടാണ്. ഇവിടെയും എല്ലാ സമയത്തും പിള്ളേർ ബാഡ്മിൻ്റനാണ് കളിക്കുക. ക്രിക്കറ്റ് ഇവിടെ അങ്ങനെ കളിക്കുന്നത് കാണാറില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഹോസ്റ്റലിലെ ബേസ്മെൻറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ജിമ്മുണ്ട്, മ്യൂസിക് ഏരിയാസ് ഉണ്ട്, സ്റ്റോർ റൂം ഉണ്ട്, ടേബിൾ ടെന്നീസ് ഏരിയാസ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ബോക്സിങ്ങിൻ്റെ ഒരു എന്താ പറയുക സംഭവം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബേസ്മെൻറ്റിൽ പോയിട്ട് ജിം റൂം കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബേസ്മെൻറ്റ്. ഇവിടെ അത്യാവശ്യം സ്പേസ് എല്ലാം ഉണ്ട്. നമ്മൾ രാത്രി ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ടാണ് ക്രിക്കറ്റ് കളിക്കാൻ വരല്. ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ 6 അടിച്ചാൽ ഔട്ടാണ്, 4 മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല രസമാണ് ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ. അതേപോലെ തന്നെ ഇത് ബേസ്മെൻറ്റിലുള്ള വേറെ റൂമാണ് ഡ്രാമ റൂം. ഇവിടെ നമുക്കൊരു സ്പോർട്സ് റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മ്യൂസിക് റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ടി വി റൂമുണ്ട്. ആ ടി വി റൂമിൽ നമുക്ക് ടേബിൾ ടെന്നീസിൻ്റെ സെറ്റപ്പുകളുണ്ട്, പിന്നെ വലിയ സീറ്റ്സ് ഉണ്ട്. ഒരു റീക്രിയേഷൻ ഏരിയ ആണെങ്കിലൊക്കെ പറയാം. ഇതിൻ്റെ കീ എല്ലാം സെക്യൂരിറ്റിൻ്റെ കയ്യിലുണ്ടാവും. നമ്മൾ പോയി ചോദിച്ചാൽ ആ കീ എല്ലാം നമുക്ക് അവർ തരും. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അതേപോലെ തന്നെ ബേസ്മെൻറ്റിലുള്ളതാണ് ഈ ജിം റൂം. ഇത് 24/7 ഓപ്പൺ ആയിരിക്കും. ഇത് ഇവിടെ എല്ലാ മെഷീൻസും ഉണ്ട്. എല്ലാ മെഷീൻസ് എന്ന് പറഞ്ഞാൽ ഇവരിൽ ഓരോ സമയം തുടക്കത്തിൽ മെഷീൻസ് എല്ലാം ക്ലീൻ ആക്കും. ഇവിടെ ചില പുതിയ മെഷീൻസ് എല്ലാം ഉണ്ട്. ഇവിടെ എപ്പോഴും പിള്ളേർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. രാത്രി 12 മണിക്കും രാവിലെയും എപ്പോഴും പിള്ളേർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. ഇതൊരു നല്ലൊരു ജിമ്മാണ്. എല്ലാ എക്യുപ്മെൻറ്റ്സും ഈ ജിമ്മിലുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഹോസ്റ്റൽ മെസ്സിലോട്ടാണ്. ഹോസ്റ്റൽ മെസ്സ് വരുന്നത് ഈ ഹോസ്റ്റലിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് മെസ്സ് വരുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ ഹോസ്റ്റൽ മെസ്സ് വരുന്നത്. ഇത് ഹോസ്റ്റൽ മെസ്സ് റൂംസ് ആണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് 7:15 മുതൽ 9:15 വരെയാണ്. ലഞ്ച് വന്നിട്ട് 12 to 2 മണി വരെയാണ്. ടീ ടൈം ഉണ്ട്. ഡിന്നർ പറഞ്ഞാൽ 7 to 9 PM വരെയാണ്. ഇതാണ് ഹോസ്റ്റൽ മെസ്സിൻ്റെ ഉൾവശം വരുന്നത്. നല്ല ക്ലീൻ അല്ലേ? എല്ലാ സമയത്തും ഇവിടെ ക്ലീൻ ആക്കും. ഓരോ തവണ ഫുഡ് കഴിച്ച് പിള്ളേർ പോകുമ്പോഴും ഇവിടെ ക്ലീൻ ആക്കും. കറൻ്റ് അവിടെ ഒരാൾ ക്ലീൻ ആക്കുന്നുണ്ട്. എപ്പോഴും നല്ല വൃത്തി ഉണ്ടാവും ഹോസ്റ്റൽ മെസ്സ്. പിന്നെ ഈ മുന്നിൽ കാണുന്നതാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ഫിൽറ്റർ. ഇവിടെ തണുത്ത വെള്ളം, ചുടുവെള്ളം കിട്ടും. പിന്നെ ഫിൽറ്റേഡ് നോർമൽ വാട്ടറും കിട്ടും. ഇതാണ് ഇവിടുത്തെ ഹാൻഡ് വാഷിൻ്റെ ഏരിയ. ഇത് തൊട്ടടുത്ത് തന്നെ നമ്മൾ കഴിച്ച പ്ലേറ്റൊക്കെ കഴുകാൻ കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ വെജ് സ്പൂണും നോൺ വെജ് സ്പൂണും സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഈ മെസ്സ് എന്ന് പറയുമ്പം സെൻട്രലൈസ്ഡ് AC ഉണ്ട്. ഇപ്പം ചൂടുകാലാണല്ലോ, പിന്നെ ഇവിടെ നല്ല ചൂടാണ്. അപ്പം ഇവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ AC ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മിൽക്കിൻ്റെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് പാല്, കോൺഫ്ലേക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ ഫുഡ് വെക്കുന്ന ഏരിയ ആണ്. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പം ഉഷാറാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഉഷാറാണ്. പിന്നെ ഡിന്നറും അടിപൊളിയാണ്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കമ്പയർ ചെയ്യുമ്പം ലഞ്ച് അത്ര പോരാ, എന്നാലും ഉഷാറാണ്. സോ ഇതാണ് നമ്മുടെ മെസ്.
ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം. ഇവിടെ ടോട്ടൽ 8 ഫ്ലോറുള്ളത് ഈ ഹോസ്റ്റലിൽ. എൻ്റെ റൂം വരുന്നത് 8ാമത്തെ ഫ്ലോറിലാണ്. ഇത് ലിഫ്റ്റിൻ്റെ ലോബിയാണ്. ഇവിടെ അങ്ങനെ ലിഫ്റ്റിന് കിട്ടാതൊക്കെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാ സമയത്തും ലിഫ്റ്റ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോവാം. സോ അങ്ങനെ നമ്മൾ 8th ഫ്ലോറിലെത്തി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് കുത്തബ് മിനാർ കാണാം. ഇത് രാത്രി കാണാനും എല്ലാ സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ വിമാനം പോകുന്നതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. എല്ലാവരും 10-15 മിനിറ്റിന് ഓരോ പ്ലെയിൻ ഇതിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. സോ ആ കാണുന്നതാണ് കുത്തബ് മിനാർ. ഈ 8th ഫ്ലോറിൽ 2 വിങ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫ്ലോറിലും ഒരു 4 വിങ് ഉണ്ടാവും. ഈ കോറിഡോറിൻ്റെ നേരെ കാണുന്ന റൈറ്റ് സൈഡിലാണ് എൻ്റെ റൂം വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് എൻ്റെ റൂമിൻ്റെ നമ്പർ വന്നിട്ട് NI02 എന്നാണ്. കറൻ്റ് ലോക്കാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ലോക്ക് ചെയ്ത് പോയതായിരുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് നടന്നാൽ ഇവിടുത്തെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പോയി കാണാം. ഈ വാഷ്റൂംസ് എന്നും ഒന്ന് ക്ലീൻ ആക്കും ഇവിടുത്തെ സ്റ്റാഫ്സ് വന്നിട്ട്. നല്ല വൃത്തിയാണ് ഇവിടുത്തെ വാഷ്റൂം. ഇത് 3 ബാത്റൂമുണ്ട്, 3 ടോയ്ലറ്റും ഇവിടെ ഉണ്ട്. സോ ഇത് എല്ലാ ദിവസവും വന്നിട്ട് അവർ ക്ലീൻ ആക്കും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഫ്ലോറിലും ഓരോ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് ഉണ്ടാവും. ഓരോ ഫ്ലോറിലല്ല, ഓരോ വിങ്ങിലും. പിന്നെ അതേപോലെ തന്നെ ഒരു ഗീസറും ഉണ്ടാവും തണുപ്പ് കാലത്ത് ചൂടുവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഇവിടുത്തെ എന്താ പറയുക ഹാൻഡ് വാഷ് ഏരിയ വരുന്നത്. ഇത് എൻ്റെ ഫ്ലോറിലുള്ള വേറൊരു ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ എൻ്റെ കോളേജിൻ്റെ മെയിൻ ബിൽഡിംഗ് കാണാൻ പറ്റും. അതേപോലെ തന്നെ താഴെ ഇവിടുത്തെ ഇൻഡോർ കോർട്ട് കാണാൻ പറ്റും. ഇവിടെ കറൻ്റ് പിള്ളേർ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട്. എല്ലാ സമയത്തും അവിടെ കളിക്കുന്നുണ്ടാവും. ഇതാണ് ഹോസ്റ്റൽ ബിൽഡിംഗ് വരുന്നത്. ഇത് കുറച്ച് വലിയ ഹോസ്റ്റലാണ് ഈ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ ഇവിടെ എല്ലാ ഹോസ്റ്റലിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ നിറയെ സോളാർ പാനൽസ് വെച്ചിട്ടുണ്ട്. ഒരു റിന്യൂവബിൾ എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമുക്ക് കിട്ടുന്ന കുടിവെള്ളം ഫിൽറ്റർ ചെയ്ത കുടിവെള്ളം ഉണ്ടാവും. ഓരോ ഫ്ലോറിലും ഓരോ ഫിൽറ്റർ വീതം ഉണ്ടാവും. ഈ ഫിൽറ്റർ ഇതാണ് ഇവിടുത്തെ ഫിൽറ്റർ. ഇതെല്ലാ മാസവും വന്നിട്ട് ഇതിൻ്റെ ഫിൽറ്റർ വന്നിട്ട് ക്ലീൻ ചെയ്യും. ഇതിൻ്റെ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല വ്യൂ ആണ്. സോളാർ പാനൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മെയിൻ ബിൽഡിങ് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മുകളിൽ കുറേ സോളാർ പാനൽസ് ഉണ്ട്. പിന്നെ ഈ മുന്നിൽ കാണുന്ന ഒരു കാട് പോലെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഡിയർ പാർക്കാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഗ്രീൻ പാർക്ക് പറഞ്ഞ സ്ഥലമൊക്കെ വരുന്നത്. എയിംസ് ഒക്കെ ഈ കാടിന് അപ്പുറത്താണ് വരുന്നത്. ഈ കാണാൻ പോകുന്ന വിങ് ആണ് ഇവിടുത്തെ 2ാമത്തെ വിങ്. 8th ഫ്ലോറിലെ 2ാമത്തെ വിങ് ആണ് ഇത്. ഈ വിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തലക്കിൽ പോകുമ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടുക. റോഡിൻ്റെയും അവിടുത്തെ ഡിയർ പാർക്കിൻ്റെ കാടിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെ ഈ ബാൽക്കണിയിൽ റിലാക്സ് ചെയ്തിരിക്കാനും രാത്രി ഒന്ന് നിൽക്കാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇവിടുത്തെ വണ്ടി പോകുമ്പോൾ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ ഇവിടുന്ന് വേറൊരു വ്യൂവും കൂടി ഉണ്ട്. ഒരു പ്രോപ്പർ ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് പ്രത്യേകിച്ച് രാത്രി വരുമ്പം ആ വണ്ടി വരുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇവിടുന്ന് ഒരു പ്ലെയിൻ അവിടുന്ന് പറന്ന് പോകുന്നുണ്ട്. വണ്ടി അവിടുന്ന് വരുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മളെ ഹോസ്റ്റൽ വരുന്നത്. മേലെ നിന്നുള്ള വ്യൂ ഉദയഗിരി ഹൗസ്. ഇനി ഫൈനലായിട്ട് നമുക്ക് നമ്മളെ റൂമിലോട്ട് പോകാം. ഇതാണ് റൂമിൻ്റെ ഉൾവശം വരുന്നത്. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ചെറിയ ടേബിൾ. പക്ഷേ ആക്ച്വലി ഞാൻ ഈ ടേബിള്
എൻ്റെ ഷൂ റാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ ഷൂ എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ. ഇതാണ് എൻ്റെ ബെഡ് വരുന്നത്. ഇവിടെ ഒരു ബെഡുണ്ട്, തലയണുണ്ട്, ഒരു പുതപ്പുണ്ട് അവിടെ. അതേപോലെ തന്നെ ഇവിടെ ഞാനൊരു ടിബറ്റൻ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഞാൻ മണാലി പോയപ്പോൾ വാങ്ങിയൊരു ഫ്ലാഗാണ്. ഒരു എസ്തെറ്റിക്സിന് വേണ്ടി വെച്ചതാണ് അവിടെ. അതേപോലെ തന്നെ ഈ താഴെ കാണുന്നത് എൻ്റെ യോഗ മാറ്റാണ്. ഈ കാണുന്നത് എൻ്റെ ബൈക്കിൻ്റെ റൈഡിങ് ഗിയേഴ്സാണ്. എൻ്റെ ക്യാപ്പ്. സോ പിന്നെ ഈ റൂമിലുള്ളത് ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ വരുന്നത്. ഇവിടെ എൻ്റെ രണ്ട് ലാപ്ടോപ്പ് ഉണ്ട്, എൻ്റെ ട്രൈപോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് എല്ലാവർക്കും ഒരു സ്റ്റഡി ടേബിളും ഒരു ചെയറും ഇവിടുന്ന് എല്ലാ റൂംമേറ്റ്സിനും കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ റൂം ഡബിൾ ഷെയ്ഡാണെന്ന് പറഞ്ഞല്ലോ. ഇതാണ് എൻ്റെ റൂംമേറ്റിൻ്റെ പോർഷൻ വരുന്നത്. നടുവിലൊരു പാർട്ടീഷൻ വരുന്നത് കൊണ്ട് തന്നെ പ്രൈവസി ഉണ്ട്. ഇത് എൻ്റെ ബക്കറ്റ്, എൻ്റെ ടെൻറ്റ്, എൻ്റെ സ്ലീപ്പിംഗ് ബാഗ്, എൻ്റെ കോളേജ് ബാഗ്. ഇത് ഇവിടുത്തെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ഇവിടെ ഒരു അലമാര വരുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ കാണിച്ചിരുന്ന ചെറിയൊരു മേശ സെറ്റപ്പും ഇവിടെ വരുന്നുണ്ട്. ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയാണ് എൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ബ്രഷ്, എൻ്റെ മരുന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവിടെ കസോൾ എന്ന് വാങ്ങിയൊരു ക്യാപ്പ് ഉണ്ട്. അതേപോലെ എൻ്റെ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റവ്, ഗ്യാസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. മുകളിൽ എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ, അയൺ ബോക്സ്, ടിഫിൻ ബോക്സ്, അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ മുകളിൽ കാണുന്നത് ഈ റൂമിലത്തെ മെയിൻ ഐറ്റം ഫാൻ. ഇനി ഈ റൂമിലത്തെ ലാസ്റ്റ് ഹൈലൈറ്റായ ഈ വിൻഡോ തുറന്നാൽ നമുക്ക് ഡിയർ പാർക്കും റോഡും തന്നെ കാണാം. പക്ഷെ ഇത് പഠിക്കാതിരിക്കുമ്പോഴും റൂമിൽ രാത്രി കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് ആ ലൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ. സോ അത്രേ ഉള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ. സോ ചെറിയൊരു ഹോസ്റ്റലിൽ എന്തൊക്കെ സെറ്റപ്പാണുള്ള ഒരു ചെറിയൊരു ഫെസിലിറ്റി എന്തൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് നല്ല രീതിയിൽ വീണ്ടും ഫ്യൂച്ചറിലൊരു വീഡിയോ കൂടി ചെയ്യാം. സോ അതുവരേക്കും ബൈ.